പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് മിസ്റ്റർ മരുമകൻ റോബർട്ട് വാദ്ര ഒരു പാവപ്പെട്ട സ്ത്രീയുടെ, അതും 90 വയസ്സായ ഒരു വൃദ്ധയുടെ 4 ഏക്കർ ഭൂമി തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കിങ്കരന്മാർ ആ വൃദ്ധ താമസിക്കുന്ന വീട്ടിലെത്തി നൂറുകണക്കിന് ആളുകൾ, അവിടുത്തെ MLA തിലക് രാജ് എന്നു പറയുന്ന MLAയുടെ നേതൃത്വത്തിൽ നൂറുകണക്കിന് ആളുകൾ ഈ വൃദ്ധയായ സ്ത്രീ താമസിക്കുന്ന സ്ഥലത്ത് ചെന്നിട്ട് മര്യാദയ്ക്ക് ഇറങ്ങിക്കോണം, ഇല്ലെങ്കിൽ നിന്റെ വീടോടെ കത്തിച്ച് കളയുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. ഇതെവിടെങ്കിലും വാർത്ത കണ്ടോ നിങ്ങൾ? കേരളത്തിൽ ഏതെങ്കിലും മാധ്യമത്തിലുണ്ടോ? ഇല്ല, ഉണ്ടാവില്ല. കാരണം ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട ആളുകളാണ് പ്രിയങ്ക ഗാന്ധിയും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ. അപ്പോൾ ആ കുടുംബത്തിലെ മരുമകൻ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാൽ അത് വാർത്തയായാൽ വല്ലാത്ത വിഷമമുണ്ടാവും. കാരണം അവരെയൊക്കെ സംരക്ഷിക്കണമല്ലോ. ഭാവിയിൽ ഈ രാജ്യം ഭരിക്കേണ്ടുന്ന പ്രധാനമന്ത്രിമാരുടെ കുടുംബമല്ലേ ഭാവി പ്രധാനമന്ത്രിമാർ. അതുകൊണ്ട് പ്രിയങ്ക ഗാന്ധി, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, റോബർട്ട് വാദ്ര തുടങ്ങിയവരുടെ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങളും അവർ പൊതുസമൂഹത്തോട് ചെയ്യുന്ന കാര്യങ്ങളും ഒന്നും വാർത്തയാക്കത്തില്ല. ഇത് നടന്നത് ജാർഖണ്ഡിലാണ്. ജാർഖണ്ഡിൽ നടന്ന ഈ സംഭവം ഇന്നലെ BJPയുടെ ദേശീയ വക്താവായ ഷക്സാദ് പൂനെവാല പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുണ്ട്. പത്രസമ്മേളനത്തിൽ BJPയുടെ ദേശീയ വക്താവ് പത്രസമ്മേളനം നടത്തിയ വാർത്തയുടെ ഒരു വരി പോലും കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ല. റോബർട്ട് വാദ്രയെക്കുറിച്ച് പറഞ്ഞാൽ അയ്യോ അങ്ങനെ പറയാൻ പാടുണ്ടോ, അവരൊക്കെ വിശുദ്ധരല്ലേ, അവരെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ എന്തു തോന്നും അവർക്ക്, അവരുടെ ഇമേജ് മോശമാവത്തില്ലേ, അതുകൊണ്ട് കൊടുക്കാൻ പാടില്ല എന്നു പറയുന്ന സമീപനമെടുക്കുന്ന മാധ്യമങ്ങൾ ഇത് മൂടി വെച്ചു. എന്താ സംഭവം എന്നറിയാമോ? അവിടെ ഉദ്ധം സിംഗ് നഗർ എന്ന് പറയുന്ന ഒരു സ്ഥലം, കിച്ച എന്ന പ്രദേശത്ത് ഒരു സ്ത്രീ താമസിക്കുന്നു. അവരുടെ പേര് നസ്രീൻ ഖാൻ എന്നാണ്. 90 വയസ്സുണ്ട്. അവരുടെ സഹോദരിയായ കുൽസും ഖാൻ്റെ പേരിൽ ലീസിനുണ്ടായിരുന്ന വീട്ടിലാണ് ഇവർ താമസിക്കുന്നത്. ഈ കുൽസും ഖാൻ മരിച്ചുപോയി. കുൽസും ഖാന് മറ്റു ബന്ധുക്കൾ ആരുമില്ല, മക്കളില്ല, ഭർത്താവില്ല. ആകെയുള്ളത് ഈ നസ്രീൻ ഖാൻ എന്ന് പറയുന്ന 90 വയസ്സുള്ള സഹോദരി മാത്രമാണ്. സ്വാഭാവികമായും സഹോദരിയുടെ വസ്തുവിൽ, പ്രോപ്പർട്ടിയിൽ 4 ഏക്കർ സ്ഥലത്ത് അവശേഷിക്കുന്ന സഹോദരി താമസിക്കുന്നു. പക്ഷേ ഇതൊരു വളരെ കണ്ണായ സ്ഥലമാണ്. ഈ കണ്ണായ സ്ഥലം കൈവശപ്പെടുത്താൻ വാദ്രയുടെ സഹോദരൻ്റെ ഭാര്യയെ സൈറ വാദ്രയ്ക്ക് താല്പര്യമുണ്ടായിരുന്നു. വിൽക്കുമെന്ന് ചോദിച്ചു, കൊടുത്തില്ല. അങ്ങനെ പല തരത്തിൽ ഇവർക്ക് ഈ സ്ഥലം കിട്ടണമെന്ന് ആഗ്രഹം. പലതരത്തിൽ രാഷ്ട്രീയക്കാരെ വിട്ടു. അവിടുത്തെ തിലക് രാജ് ബഹാൾ എന്ന് പറയുന്ന ആളാണ് അവിടുത്തെ MLA കൊണ്ട് സംസാരിപ്പിച്ചു. ഒരു രക്ഷയില്ല. അവർ പറയുന്നു, ഇല്ലില്ല, ഞാനിതെൻ്റെ പാരമ്പര്യമായി കിട്ടിയ സ്ഥലമാണ്, എൻ്റെ സഹോദരിയുടെ പേരിലുള്ളതാണ്, ഞാനതുകൊണ്ട് ഇവിടെ തന്നെ ജീവിക്കും, ഇവിടെ തന്നെ മരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് ഈ 4 ഏക്കർ സ്ഥലം, ഈ കിച്ചിൽ ഉള്ള ഏറ്റവും കണ്ണായ ഈ 4 ഏക്കർ സ്ഥലം ഞാൻ വിൽക്കാൻ തയ്യാറല്ല എന്ന് പറയുന്നു. അതേ തുടർന്നാണ് MLAയും 100ഓളം ആളുകളും, 100ലേറെ ആളുകളും വന്നിട്ട് 90 വയസ്സുള്ള ഈ വയോധികയുടെ വീട്ടിലെത്തി അവരെ പുലഭ്യം പറയുകയും താമസിക്കുന്ന വീടോടെ കത്തിക്കുകയും ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയതെന്നാണ് BJPയുടെ ദേശീയ വക്താവ് ഔദ്യോഗികമായി വാർത്താ സമ്മേളനം വിളിച്ചു പറഞ്ഞത്. സത്യത്തിൽ ഇത് ഞെട്ടിക്കുന്നതല്ലേ? ഇപ്പോഴും നോക്കൂ, ഇപ്പോഴും ഭരണമില്ല രാഹുൽ ഗാന്ധി കുടുംബത്തിന്, സോണിയാഗാന്ധി കുടുംബത്തിന് ഇപ്പോൾ അധികാരമില്ല കേന്ദ്രത്തിൽ. ഇന്ത്യയിൽ തന്നെ ഇങ്ങനെ 3 സംസ്ഥാനങ്ങൾ മാത്രം ഭരിക്കുകയും ചില സ്ഥലങ്ങളിൽ ഘടകകക്ഷികളുടെ സർക്കാരുകൾ ഉണ്ട്, ഇത്രയേ ഉള്ളൂ. പക്ഷേ എന്നിട്ടും ഇവർ എന്തു ചെയ്യാനും, തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി എന്തു ചെയ്യാനും തയ്യാറാവുന്നു എന്നതാണ് വീണ്ടും വ്യക്തമായിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാധ്യമങ്ങൾ മൂടി വെച്ചതുകൊണ്ട് ഇത് ആരും അറിയുന്നില്ല. നമുക്കറിയാം റോബർട്ട് വാദ്രയുടെ കഥ. നമ്മൾ ലൂസിഫർ സിനിമയിലെ കഥാപാത്രത്തെ കണ്ടിട്ട് പലരും റോബർട്ട് വാദ്രയാണോ എന്ന് ചോദിച്ചവരുണ്ട്. അങ്ങനെ ആളുകൾ സംശയിക്കുന്നത് സ്വാഭാവികമായും ആരും പറയണ്ട. ചിലർക്ക് ചില കഥാപാത്രങ്ങളെ കാണുമ്പോൾ ഇത് മറ്റേ ആളല്ലേ എന്ന് തോന്നുന്നത് ജനങ്ങളുടെ മനസ്സിൽ ഒരു ചിത്രമുള്ളത് കൊണ്ടാണ്. ഉത്തർപ്രദേശിലെ ചെമ്പ് പിത്തള വ്യാപാര കുടുംബത്തിൽപ്പെട്ട പിറന്ന ആളാണ് റോബർട്ട് വാദ്ര. സോണിയാഗാന്ധിയുടെ മകൾ പ്രിയങ്കയെ കല്യാണം കഴിച്ചതിന് ശേഷം അയാൾ ആർടെക്സ് എന്ന് പറയുന്ന ഒരു കമ്പനി ആരംഭിച്ചു. പിന്നീട് സ്റ്റാർലൈറ്റ് ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുന്ന ഒരു കമ്പനി ആരംഭിച്ചു. 2008 ഈ സ്റ്റാർലൈറ്റ് DLFുമായി ചേർന്നിട്ടുള്ള ഒരു വലിയ ഭൂമി കുംഭകോണം, റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണ്. റിയൽ എസ്റ്റേറ്റാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട മേഖല. ഇതും റിയൽ എസ്റ്റേറ്റ് ആണല്ലോ. ഒരു നഗരത്തിലെ പ്രധാനപ്പെട്ട കണ്ണായ 4 ഏക്കർ സ്ഥലം കിട്ടിയാൽ അത് വികസിപ്പിച്ച് അവിടെ ഫ്ലാറ്റുകൾ ഉണ്ടാക്കി വലിയ കോടികൾ, ശതകോടികൾ ഉണ്ടാക്കാം. അതിനുവേണ്ടി 90 വയസ്സുള്ള സ്ത്രീയല്ലേ, അവരെപ്പോൾ വേണം, ഇന്നല്ലെങ്കിൽ നാളെ ചാവും.
അതുകൊണ്ട് അതിനു മുമ്പ് ഇത് നമ്മളുടെ പേരിലേക്ക് കൂട്ടിയെടുക്കുക, എന്തെങ്കിലും നക്കാപ്പിച്ച കൊടുത്ത് വാങ്ങിയെടുക്കുക എന്നതാണ് റിയൽ എസ്റ്റേറ്റുകാരുടെ അതേ രീതിയാണ് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞു പോകുന്നത് 2008 DLFിൻ്റെ ഗുഡ്ഗാവിലുള്ള ഒരു പ്രോപ്പർട്ടി 3.5 ഏക്കർ സ്ഥലം 7.5 കോടി രൂപയ്ക്ക് ഈ സ്റ്റാർലൈറ്റ് ഹോസ്പിറ്റാലിറ്റി വാങ്ങുന്നു. പക്ഷേ അത് വാങ്ങിയ ഉടനെ 58 കോടിക്ക് വിറ്റു. 7.5 കോടിക്ക് വാങ്ങിയിട്ട് 58 കോടിക്ക് വിറ്റു. ഇത് ഒരു സസ്പീഷ്യസ് ഡീലാണെന്ന് കണ്ട്, സംശയകരമായ ഇടപാടാണെന്ന് കണ്ട് PMLA ആക്ട് വന്നു, ED വന്നു. അതിൽ റോബർട്ട് വാദ്ര പ്രതിയാണ്. തീർന്നില്ല. ഇതേപോലെ തന്നെ രാജസ്ഥാനിലെ ബിക്കാനിൽ ഒരു ഭൂമി ഇടപാടുണ്ട്. ആർമി ഫയറിംഗ് റേഞ്ച്, അതായത് പട്ടാളത്തിൻ്റെ ഫയറിംഗ് റേഞ്ച്, വെടിവെപ്പ് പരിശീലനം നടക്കുന്ന ഭൂമിയാണ് തട്ടിയത്. ഭരണം ഉണ്ടായിരുന്ന കാലത്താണ്. അപ്പോൾ നോക്കൂ, മിസ്റ്റർ മരുമകൻ കളിക്കുന്നതെല്ലാം വലിയ കളികളാണ്. DLF വിവാദം വലിയ കൊടുമ്പിരി കൊണ്ട വിവാദമാണ്. പക്ഷേ അതേ സംബന്ധിച്ച് ആദ്യമൊക്കെ പറഞ്ഞു കേട്ട് DLF എന്ന് പറയുന്നത് റോബർട്ട് വാദ്രയുടെ ആണ് എന്ന തരത്തിൽ ഒരു പ്രചാരണം നടന്നു. അതങ്ങനെയൊന്നും അല്ല എന്നാണ് വ്യക്തമായത്. ഏതായാലും ഭൂമി തട്ടിപ്പ് എന്ന് പറയുന്ന റോബർട്ട് വാദ്രയുടെ ഇഷ്ടവിനോദമാണ്. അത് അദ്ദേഹം പലയിടത്തും ചെയ്തിട്ടുണ്ട്. പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവായതിനു ശേഷം റോബർട്ട് വാദ്രയുടെ സമ്പത്ത് വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നനായ ഒരു മരുമകനായിട്ട് സുഖിച്ച് വാഴുകയാണ്. ഇത് രാഷ്ട്രീയത്തിൽ കയറി MPയോ മന്ത്രിയോ ഒക്കെ ആകണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. വേണ്ടി വന്ന ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രി ആയാലും കൊള്ളാം എന്നൊക്കെ മനസ്സിൽ മോഹമുണ്ട്. ആഗ്രഹം അങ്ങനെ കിടക്കുകയാണ്. അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് പലതവണ പറഞ്ഞു, ജനങ്ങൾ എന്നെ വിളിക്കുന്നു, നിങ്ങളൊന്ന് വരൂ, രാഷ്ട്രീയത്തിൽ ഇറങ്ങൂ, അമേഠിയിൽ മത്സരിക്കൂ എന്നൊക്കെ ജനങ്ങൾ പറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് സ്വയം ഒരു സ്ഥാനാർത്ഥിയാകാനുള്ള താല്പര്യമൊക്കെ പുറത്ത് പ്രകടിപ്പിച്ച ആളാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ UPA സർക്കാർ ഭരിക്കുന്ന കാലത്ത് പ്രിയങ്ക ഗാന്ധി, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി എന്നിവർക്ക് ഒരു സുരക്ഷാ പരിശോധനകളും കൂടാതെ വിമാനത്താവളങ്ങളിലൂടെ കയറിപ്പോകാമായിരുന്നു. അക്കൂട്ടത്തിൽ റോബർട്ട് വാദ്രയുടെ പേരുണ്ടായിരുന്നു. പിന്നീട് നരേന്ദ്രമോദി സർക്കാർ വന്നപ്പോഴാണ് റോബർട്ട് വാദ്രയൊക്കെ ഡിപ്ലോമാറ്റുകൾക്ക് പോകുന്ന പരിഗണന കൊടുക്കേണ്ട കാര്യമില്ല. കാരണം പ്രിയങ്ക ഗാന്ധി MP ആണ് ഇപ്പോൾ, അന്ന് MPയും അല്ല. രാഹുൽ ഗാന്ധി MP ആണ്. MP എന്നതിലുള്ള പ്രിവിലേജ് ഉണ്ട്. പക്ഷേ എന്തിനാണ് പ്രിയങ്ക രാഹുലിൻ്റെ സഹോദരിയാണ്, സോണിയയുടെ മകളാണ് എന്ന പരിഗണന വെച്ച് പ്രിയങ്കയ്ക്ക് നിർബാധം നിരന്തരം എല്ലാ വിമാനത്താവളങ്ങളിലും ഒരു പരിശോധനയും കൂടാതെ കടന്നു പോകാനുള്ള സൗകര്യം കൊടുത്തത്? അതും പോരാഞ്ഞു പ്രിയങ്കയുടെ ഭർത്താവായ റോബർട്ട് വാദ്രയ്ക്ക് എന്തിനാണ് കൊടുത്തത്? അതുവഴി ഇവർ എന്തെല്ലാം എവിടെയെല്ലാം കടത്തിക്കൊണ്ട് പോയിട്ടുണ്ടാകാം എന്നുള്ള ചോദ്യം പണ്ട് മുതലേ BJP ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പറയുന്ന പോലെ കുഞ്ഞു കളിയൊന്നുമില്ല. ഭൂമി എന്നാൽ ചിലർക്ക് ചിലത് കാണുമ്പോൾ അങ്ങ് വല്ലാതെ തുടിക്കുമല്ലോ. ചില ആളുകളുണ്ട്, ചില അസുഖം വന്നു കഴിയുമ്പോഴത്തേക്ക് അത് ഒരു രോഗമാണ്. എവിടെ ചെന്നാലും എന്തെങ്കിലും സാധനം അടിച്ചു മാറ്റും. നമ്മുടെ ഒരു സിനിമയിൽ അങ്ങനെ ഒരു കഥാപാത്രത്തെ കണ്ടിട്ടുണ്ട്. നായകനാരാണെന്ന് ഞാൻ മറന്നുപോയി. അങ്ങനെ ഒരു കഥാപാത്രമുള്ള മലയാള സിനിമ വന്നിട്ടുണ്ട്. അതൊരു ഒരു ചെറിയ വൈകല്യമാണ് എന്ന് പറയുന്ന പോലെ റോബർട്ട് വാദ്രയ്ക്ക് ഭൂമി ഇടപാട് അദ്ദേഹത്തിൻ്റെ വീക്ക്നെസ്സാണ്. ഇത്തവണ നസ്രീം ഖാനാണ്. ഇത് നമ്മൾ പറയുന്നത് മുസ്ലിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി കോൺഗ്രസ് പാർട്ടി പ്രതിജ്ഞാബദ്ധമാണ് എന്നൊക്കെ പറയാറുണ്ട്. ഞങ്ങളാണ് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നവരൊക്കെ പറയുന്നവരാണ്. ഈ ഉത്തരാഖണ്ഡിലെ കുൽസൂം ഖാൻ്റെ സഹോദരി നസ്രീം ഖാൻ്റെ 4 ഏക്കർ ഭൂമി തട്ടിയെടുക്കാനും അതിനവർ വഴിപ്പെടാതെ വരുമ്പോൾ അവരെ പ്രാദേശിക ഗുണ്ടകളെ ഉപയോഗിച്ച് MLAയുടെ നേതൃത്വത്തിൽ ചെന്ന് ഭീഷണിപ്പെടുത്താനും വധഭീഷണി നടത്തിയെന്നുമുള്ള ആക്ഷേപം BJP ഉന്നയിക്കുന്നത്. ഏതായാലും കുറേ നാളായിട്ട് ഇത്തരം റോബർട്ട് വാദ്രയെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് കോൺഗ്രസ് പാർട്ടി മൗനത്തിലായിരുന്നു. പക്ഷേ ഇന്നലെ കോൺഗ്രസ് പാർട്ടി വന്നിട്ടുണ്ട്. അങ്ങനെയൊന്നുമില്ല, ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്, കെട്ടിച്ചമച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ വീണയുടെ കാര്യം പറയുന്ന പോലെ വീണയുടെ കാര്യം പറയുമ്പോൾ വീണയുടെ കാര്യം എന്നല്ല CPM പറയാറുള്ളത്. വീണയുടെ കാര്യം പാർട്ടിയുടെ കാര്യമാണ് എന്ന തരത്തിൽ പറഞ്ഞ് മറുപടി പറയാറുണ്ട്. കോടിയേരിയുടെ മകൻ്റെ കാര്യം വരുമ്പോഴത്തേക്ക് അത് അവൻ്റെ കാര്യം അവൻ പറയും എന്നാണ് പാർട്ടി നിലപാടെടുത്തത്. കോടിയേരിയുടെ മകനെ പോലെ അല്ലല്ലോ പിണറായിയുടെ മകൾ. ഏതായാലും റോബർട്ട് വാദ്ര അത്ര നല്ല പുള്ളിയല്ല എന്ന് തെളിയിക്കുന്ന തരത്തിലാണ് പുതിയ ആക്ഷേപം വന്നിരിക്കുന്നത്. നമ്മൾ നന്ദി പറയണം നമ്മുടെ മാധ്യമങ്ങളോട്. ഈ നസ്രീം ഖാൻ്റെ ഭൂമി തട്ടിയെടുക്കാൻ വാദ്ര ശ്രമിച്ചു എന്നുള്ള ആക്ഷേപം കൊടുക്കാത്തത് കൊണ്ട് തന്നെ വാദ്രയ്ക്ക് വേണ്ടി കോൺഗ്രസ് പാർട്ടി നടത്തിയ നിഷേധവും കേരളത്തിലെ മാധ്യമങ്ങൾ കൊടുത്തിട്ടില്ല. ഏതായാലും മരുമകൻ നന്നായിട്ട് പണിയെടുക്കുന്നുണ്ട്. തനിക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ തൻ്റെ ഘടകകക്ഷികളോ അല്ലെങ്കിൽ തങ്ങളുടെ പാർട്ടി ഭരിക്കുന്ന കർണാടക, തെലങ്കാന, ഹിമാചൽ പോലെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ അദ്ദേഹം ആവുന്ന പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്, ഇപ്പോഴും ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് എന്നതിൻ്റെ തെളിവാണ് ഈ നസ്രീം ഖാൻ എന്ന് പറയുന്ന ഈ 90 വയസ്സുള്ള വയോധികയുടെ ഭൂമി തട്ടിയെടുക്കാനുള്ള നീക്കം. ഏതായാലും നമ്മുടെ മാധ്യമങ്ങൾ മറച്ചു വെക്കുന്ന വാർത്തകൾ
ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.